ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്. ഓക്കെ, എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി? റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് റെസൊനേറ്റ് ആവുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് നമുക്ക് നോക്കാം. ഈ പോസിറ്റീവ് കാർഡിൽ നമുക്ക് നോക്കാം. കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി, എല്ലാ കമൻറ്റുകൾക്കും നന്ദി, എല്ലാ വ്യൂവേഴ്സിനും നന്ദി, സബ്സ്ക്രൈബേഴ്സിനും നന്ദി. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് കാർഡുകളെന്ന്, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്ന് നോക്കാം. 9 of Swords, Queen of Cups, Devil, Justice, 10 of Cups, 8 of Pentacles, Queen of Swords, Page of Cups, ബോട്ടം ഡെക്ക് 9 of Pentacles. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 9 of Swords, Queen of Cups, ഡബിൾ കാർഡ്, Queen of Swords, Justice, 10 of Cups, 8 of Pentacles, Page of Cups ആൻഡ് 9 of Pentacles ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം വിഷമിച്ച് ഉറക്കം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് പല പ്രശ്നങ്ങളും ആ ഒരു വ്യക്തി, അതായത് മുമ്പ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളായാലും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നിമിഷങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം ഉറക്കം പോലും ഇല്ലാതെ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് തെറ്റായ തരത്തിലുള്ളൊരു തീരുമാനം എടുത്തു എന്ന് സ്വയം ബ്ലെയിം ചെയ്യുന്നതായിരിക്കാം. അവരുടെ ഉള്ളിൽ വളരെയധികം കുറ്റബോധം ഉള്ളതായിട്ടാണ് കാണുന്നത്. സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നല്ലോ എന്നുള്ള രീതിയിൽ സ്വയം ബ്ലെയിം ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. സ്വയം ആലോചിക്കുകയാണ്, എങ്ങനെയൊന്നും വരരുതായിരുന്നു, അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ പോയതായിരുന്നു, ആ ഒരു രീതിയിൽ കാണുന്നതായിട്ടാണ്. സ്വയം വിഷമിച്ച് സ്വയം കുറ്റപ്പെടുത്തി ഉറക്കമില്ലാതെ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടും ഇതൊക്കെയാണ് 9 of Swordsൻ്റെ ഇതിൽ പറയുന്നത്. Queen of Cupsൽ പറയുന്നത് വെച്ചാൽ ഈ ഒരു വ്യക്തി അതായത് പുറമെ വളരെയധികം നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് വളരെയധികം ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുറമെ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം സ്റ്റേബിളായിരിക്കും, ഇമോഷണലി സ്റ്റേബിളായിരിക്കും, മറ്റുള്ളവരെ നല്ല രീതിയിൽ സംസാരിക്കുകയും അവരെ കെയർ ചെയ്യുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം വിഷമിക്കുന്നു. അതായത് നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന സമയങ്ങളായിരിക്കാം, നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെയധികം വിഷമിക്കുന്നതായിട്ടും വളരെയധികം ഇമോഷണലി ഡ്രെയിൻഡ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പിന്നെ അതായത് അവർക്ക് ഒരുപാട് സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ കൺവേ ചെയ്തിട്ടുണ്ടാവില്ല, പുറത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം കരുതലോടുകൂടി നിങ്ങളുടെ കാര്യത്തിലൊക്കെ വളരെയധികം കരുതലും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷേ അത്രയധികം എക്സ്പ്രസീവ് ഒന്നും ആയിരുന്നിട്ടുണ്ടാവില്ല, അത് ഉള്ളിൽ മാത്രമായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ഉള്ളിലുണ്ട് ആ ഒരു സ്നേഹം, അത്രയധികം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പക്ഷെ വളരെയധികം വിഷമിക്കുന്നതായിട്ടും ആണ് ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയുടെ കാണിക്കുന്നത്. അടുത്തത് ഡബിൾ ആണ്. അതായത് ഈ ഒരു വ്യക്തി അതായത് മറ്റു പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും ചെന്ന് പെട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലായിരുന്നിരിക്കണം.
മറ്റ് അറ്റാച്ച്മെൻറ്റുകൾ കാര്യങ്ങളോ മറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷനിൽ പെട്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കണം. അതാണ് ഒരു ഡബിൾ എനർജി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടാത്തതായിട്ടുള്ള ബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് തന്നെ മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടതായിട്ടാണ് ഇവിടെ കാണുന്നത് ഡബിൾ എനർജി. അങ്ങനെ പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നത്. ചിലപ്പോൾ വല്ല കേസിലോ കാര്യങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയതായിരിക്കാം, മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലായിരിക്കാം. ആ ഒരു വ്യക്തിക്ക് അതായത് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലും ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം വന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴും ചില അങ്ങനെയുള്ള ബന്ധങ്ങളിൽ തന്നെ പെട്ട് കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് അവർക്കിപ്പോൾ എന്താണ് ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതൊരു ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. അതായത് ഇമോഷണലി അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും അതിന് ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ക്ലാരിറ്റി വന്നു എന്താണ് പ്രശ്നം എന്നുള്ള മനസ്സിലാക്കുന്നതായിട്ടും ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ എന്താണ് വളരെയധികം ആലോചിച്ചുകൊണ്ട് ആ ഒരു വ്യക്തത വന്നതായിട്ടുമാണ് കാണുന്നത്. ഈ ഒരു ഡബിൾ എനർജി ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായതും അത് പിന്നീട് ഒരു വ്യക്തത വന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റിസ് കാർഡും പറയുന്നത് അതായത് ആ ഒരു ഇത് മനസ്സിലാക്കി സ്വയം ഒരു നിങ്ങളിലേക്കുള്ള ഒരു നീതി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റിസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അതായത് എന്തായിരുന്നു അതായത് നിങ്ങളോട് ചിലപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ എന്താണ് ഉള്ള ക്രൂഷ്യലായിട്ടുള്ള പല മൊമെൻറ്റ്സും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കളിയാക്കിയിട്ടും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വില നൽകിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട് പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവും. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റൊരു രീതിയിൽ ഈ ഒരു വ്യക്തി ഈഗോയിസ്റ്റിക്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനൊക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായതായിട്ടും നിങ്ങൾക്കതിലൊരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ടാണ് ഈ ജസ്റ്റിസ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിലുള്ള ജസ്റ്റിസ് അതായത് കാർമികമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇതിലായിരിക്കും രണ്ടുപേരും കടന്നു പോയിട്ടുണ്ടാവുക. ആ ഒരു വ്യക്തി ആ ഒരു കർമ്മ അനുഭവിച്ചു, അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു കർമ്മ അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെയധികം എന്താണ് രണ്ടു പേർക്കും വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അതിൽ നിന്നും മാറി മറ്റൊരു രീതിയിലേക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടി, നിങ്ങളതിനെ തിരിച്ചറിഞ്ഞു ബാലൻസ്ഡ് ആയിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ ജസ്റ്റിസ് കാർഡ് എനർജി ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയതായിരുന്നു. അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുള്ള കർമ്മയുടെ ഒരു ജസ്റ്റിസ് ആണ് ഇവിടെ നീതി നടപ്പാക്കപ്പെട്ടു എന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാകും, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചൊരു കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വന്നതായിരിക്കാം. അതിവിടെ ഒരു ജസ്റ്റിസ് ഇവിടെ യൂണിവേഴ്സൽ ജസ്റ്റിസ് ഇവിടെ നടന്നു എന്നാണ്. ഒരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ പോകുന്നു എന്നതാണ്. നിങ്ങൾക്കത് മനസ്സിലായി ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. അടുത്ത 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളെ കൂടെ ഒരു യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിൽ അല്ലെങ്കിൽ സൗഹാർദ്ദപരമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, ലോങ് ടേം ആയിട്ട് നിങ്ങളെ കൂടെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും നല്ലൊരു ഫാമിലി നയിക്കാനും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടും തിരിച്ചു വരാനായിട്ടും ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി അതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു വ്യക്തി ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നതാണ്, മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ഇതിനു വേണ്ടി ആ ഒരു വ്യക്തി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു. എങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ. പക്ഷേ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെ നിങ്ങളിലേക്ക് എത്തണം, പല രീതിയിലും നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു പരിശ്രമങ്ങൾ നടക്കുന്നതായിട്ടും
മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിട്ടും പല രീതിയിലായാലും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ ഈ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ഒരു എന്താണ് ഒരുമിച്ച് ഒരു പാർട്ടിക്ക് വിളിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ഒത്തൊരുമിച്ച് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനായിട്ടോ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് പേജ് ഓഫ് കപ്സ് ആണ്. ഒരു വ്യക്തത കൊണ്ടുവരാൻ, എന്താണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമായിട്ട് പറയുവാനും നിങ്ങളോട് ഒരു മാപ്പൊക്കെ ചോദിക്കാനും ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ എങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സ്വഭാവം അതിന് സമ്മതിക്കുന്നില്ല എന്നാണ്, ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും. അടുത്തത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് ഇവിടെയും ഒരു മാപ്പ് പറയലിൻ്റെ ഇതാണ് പറയുന്നത്. അതായത് നിങ്ങളോട് മാപ്പ് പറയാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം വളരെയധികം യൂത്ത്ഫുള്ളായിട്ട്, അത് വീണ്ടും ഒരു നല്ല രീതിയിൽ തുടങ്ങുവാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിലേക്കൊരു മെസ്സേജ് തരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഇവിടെ ഒരു കാണാം, അതായത് നിങ്ങളിലേക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള എനർജി. അതുപോലെ തന്നെ അടുത്ത് ബോട്ടം ഡെക്ക് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാർഡ് പറയുന്നത് അവർ പല രീതിയിലും നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള പല പ്രിപ്പറേഷൻസും തയ്യാറാക്കുന്നു, അതിനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ വിചാരിക്കേണ്ടാവും ആ ഒരു വ്യക്തി എന്നെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ ആ ഒരു വ്യക്തി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ പല കാരണങ്ങളാൽ ആ ഒരു വ്യക്തി എനിക്കത് എക്സ്പ്രസീവ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ എക്സ്പ്രസീവ് ആവാൻ പറ്റുന്നില്ല എന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. മറ്റുള്ളവർക്ക് മൂല്യം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂല്യമുണ്ട്, എങ്കിലും മറ്റുള്ള പല കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വേറെ രീതിയിലായതുകൊണ്ട് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു തടസ്സം അതായിട്ട് നിൽക്കുന്നു. മറ്റുള്ളവരെയാണ് കൂടുതലും കെയർ ചെയ്യുന്നത്, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടാണ് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്കൊരു മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വളരെയധികം ഈ ഒരു വ്യക്തിയുടെ ഈഗോ ഇതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാൻ ഈ ഒരു വ്യക്തി മടിക്കുന്നത്. ഒരു മെസ്സേജ് തരാനൊക്കെ ഈ ഒരു വ്യക്തി, ഇവിടെ അവളിനെയൊക്കെ കാണാം, ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ, ബേഡ്സിനെ കാണുന്നുണ്ട്, പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനും മാപ്പ് പറയാനും വ്യക്തമാക്കുവാനും കാര്യങ്ങൾ പറയുവാനൊക്കെ ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു ബന്ധം വേർപെട്ടിട്ട് ഇടയിലൊരു ബ്രേക്കേജ് വന്നിട്ട് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് പറയാറില്ല, ഇത് മുറിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പല കണ്ണികളും അവിടെ നിന്ന് വിട്ടുപോകും. അത് തിരിച്ച് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞത് എത്ര തന്നെ ചേർത്താലും പഴയപടി ആവില്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ എന്താണ് വാല്യൂ ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പല റിലേഷൻഷിപ്പ് റീഡിങ്ങിലും വരുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, അതായത് ആ വ്യക്തി മുമ്പ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്വന്തം വാല്യൂ എവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് ആ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നോ, സ്വന്തം, അതായത് ഒരു വിലയില്ലാത്ത ഇടത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുന്നത്. കോംപ്രമൈസ് ചെയ്യാമെന്ന് പലപ്പോഴും പറയുമ്പോഴും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിൽ ആ ഒരു ബന്ധം കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ള തീരുമാനം നിങ്ങളൊന്ന് പുനഃപരിശോധിച്ച് നോക്കുക. കാരണം ആ ഒരു സമയത്തിലെ ചിന്തയിൽ ഓക്കെ ആയിരിക്കാം, പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാതെയില്ലല്ലോ. അതുകൊണ്ട് അതിനെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് മാത്രം ബന്ധങ്ങളിലേക്ക് പോവുക. വീണ്ടും അത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നോക്കുക. അതുപോലെ തന്നെ നോ പറയേണ്ടത് നോ തന്നെ പറയുക.
സ്വന്തം അതിന് എന്താ വേണ്ടത്? സ്വന്തം വില മനസ്സിലാക്കണം, സെൽഫ് സഫിഷ്യൻ്റ് ആവണം, സ്വന്തം കാര്യങ്ങൾക്ക്, സ്വന്തം ഇഷ്ടങ്ങൾക്ക്, സ്വന്തമായിട്ടൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. സ്വന്തം വാല്യൂ ചെയ്യാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ വാല്യൂ ചെയ്യാത്തത് എന്ന് ആദ്യം മനസ്സിലാക്കുക. സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എങ്കിലാണ് മറ്റുള്ളവരും തിരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഏത് ലവ് ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, കൂടുതൽ അറ്റാച്ച്ഡ് ആവാതെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ, എങ്കിലേ മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. സ്വയം ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ ബന്ധങ്ങളെ കാണാതിരിക്കുക. സ്വയം ഒരു വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്നിട്ട് മാത്രം കോംപ്രമൈസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നിങ്ങളുടേത്. എങ്കിലും പറയുന്നതാണ്, സെൽഫ് വാല്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് സെൽഫ് സഫിഷ്യൻറ്റും കോൺഫിഡൻറ്റും ആയിരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനിയും ഇങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം കിട്ടി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ടേക്ക് പോവുക എന്നാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ കുറച്ച് ക്ലൂസ് പറയാം. അതായത് വ്യക്തിയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ പറയാം. റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. എസ്, സി, ക്യൂ ഉണ്ടൊരു, ഡി, എസ്, ജെ, സി, വീണ്ടും സി ആണ് വന്നത്, പി, വീണ്ടും പി ഉണ്ട്, സി ഉണ്ട്, വീണ്ടും പി. അപ്പോൾ നോക്കുക, റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ, എങ്കിലാണ് എനർജി റെസനേറ്റ് ആവുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.